ഇന്ന് ഡേ 46, 45 ആയിരുന്നു. എന്താണെങ്കിൽ തന്നെ ഓരോ ദിവസവും നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അതൊരു വലിയ കാര്യമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സോ അതിനെ പറ്റിയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇന്ന് ജസ്റ്റ് എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. ആസ് എ ഹ്യൂമൻ ബീങ് ഇറ്റ് ഈസ് മാൻഡേറ്ററി. നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം, സങ്കടം വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം, ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം, കൺഫ്യൂസ്ഡ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം, എന്തും ഉണ്ടാവാം. സോ അത് ഓവർകം ചെയ്യാൻ അതിനൊരു മെൻ്റൽ മോഡൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ മൈൻഡ് ഇസ് ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ലേൺ ടു കൺട്രോൾ. അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ സിമ്പിളാണ് ബ്രദർ. സോ അതിൽ ബേസിക്കായിട്ട് ഒരു മെൻ്റൽ മോഡൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട വരുന്ന പല ഈ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നമ്മളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പലതും നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് വരുന്നതുണ്ടാവാം. ചിലത് നമ്മൾ അറിയാത്ത കാര്യത്തിന് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതുണ്ടാവാം. ചിലത് നമ്മൾ പലരും വിശ്വസിച്ചതിന് പുറത്ത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ ജീവിതകാലം മൊത്തത്തിൽ ഫേസ് ചെയ്യേണ്ടി വരും. അതൊരിക്കലും നിൽക്കാനും പോകുന്നില്ല. സോ അത് നമുക്ക് മനസ്സിലാവുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല. സോ ഓൺലി തിങ് വി ക്യാൻ ഡു ഇസ് കൺട്രോൾ ഹൗ വി റിയാക്ട് ഇൻ സച്ച് സിറ്റുവേഷൻസ്. ഇങ്ങനെ ഒരു ഹാർഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്ന് നമ്മളെങ്ങനെ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യും, നമ്മളെങ്ങനെ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം മാത്രം, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഫോർ യുവർ ഫക്കിംഗ് ഇൻഫർമേഷൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് സങ്കടം തോന്നുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം, ദേഷ്യം തോന്നുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം, ഫ്രസ്ട്രേഷൻ തോന്നുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം, പലതരത്തിലുള്ള ഫീലിങ്സ് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. പക്ഷെ ഒരിക്കലും നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ഇമോഷൻ്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ വി കാൺട്ട് ജസ്റ്റിഫൈ അവർ ആക്ഷൻസ്. ആ ഇമോഷൻ നമ്മൾ ഇമോഷണലി അന്നേരം അങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ആക്ഷൻസ് ഒരിക്കലും ജസ്റ്റിഫൈ ആവത്തില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു നോട്ട് ലെറ്റ് ഔട്ട് അവർ ഇമോഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. അറ്റ്ലീസ്റ്റ് ഈ അതേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിൻ്റെ ഇമേജ് എന്താവും എന്നുള്ളത് കൊണ്ടല്ല ഒരിക്കലും. ദ ഓൺലി തിങ് ഫോർ വിച്ച് ഐ എം സെയിങ് ദിസ് ഇസ് ബിക്കോസ് നമ്മൾ വേറൊരാളുടെ മുമ്പിൽ നമ്മുടെ ഇമോഷൻ എന്താണെങ്കിലും, ബീറ്റ് സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇതിലേറ്റവും പ്രൈമായിട്ട് പറയുന്നത് സങ്കടമാണ്. നമുക്കിപ്പോൾ വിഷമം തോന്നിയിരിക്കുന്ന സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലുള്ള ഒരാളടുത്ത് നമുക്ക് അത് തുറന്നു പറഞ്ഞ് ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നി നമ്മൾ പറയും ചിലപ്പോൾ. പക്ഷേ ആ ആൾ സബ് കോൺഷ്യസ്ലി ആ ആളുടെ മൈൻഡിലോട്ട് ഫീഡാവുന്നത് നമ്മുടെ ഒരു വീക്ക് പോയിൻ്റാണ്. അത് മനസ്സിലാക്കുക. ആൻഡ് ദം നോയിങ്ലി ഓർ അൺനോയിങ്ലി, അവർ മനഃപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ നമ്മളൊരു വീക്ക് പോയിൻ്റ് അവർക്ക് ഫീഡായി കിട്ടുവാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എഗെയിൻസ്റ്റ് അസ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എഗെയിൻസ്റ്റ് യു ടു മാനിപ്പുലേറ്റ് യു. അതാദ്യം മനസ്സിലാക്കുക. ദിസ് കംസ് ഫ്രം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് അസ്. സോ യുവർ എ ഫക്കിംഗ് മാൻ. ഒരാളുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞിട്ട് എന്തോ കിട്ടാനാണ്, എനിക്കത് മനസ്സിലാവുന്നില്ല. ആൻഡ് ഫോർ യുവർ ഫക്കിംഗ് കൈൻഡ് ഇൻഫർമേഷൻ ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരാൾ ശരിക്കും സങ്കടത്തിലാണ് അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര വൃത്തികെട്ടൊരു ഫേസിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ ആൾ ഒരിക്കലും ഒരു കൂട്ടത്തിൽ ചെന്നിരുന്നിട്ട് 10 പേരെടുത്ത് അല്ലെങ്കിൽ 2 പേരെടുത്ത് എനിക്കിതാണ് മറ്റേയാണെന്ന് പറഞ്ഞിരുന്ന് കരയത്തില്ല. ആ ആൾ സ്വന്തം ഹെഡ് സ്പേസിലിരുന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനും അല്ലെങ്കിൽ അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അതല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് വന്ന് എനിക്കിതാണ് മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്, ദേ ജസ്റ്റ് വാണ്ട് ഫക്കിംഗ് അറ്റൻഷൻ. ദേ ആർ ഫക്കിംഗ് അറ്റൻഷൻ സീക്കിംഗ് പീസ് ഓഫ് ഷിറ്റ്. സോ ഡോണ്ട് ബി എ ഫക്കിംഗ് ബിച്ച്. എനിക്ക് അത്ര പറയാനുള്ളൂ. സക്ക് ഇറ്റ് അപ്പ്. യു ആർ എ ഫക്കിംഗ് മാൻ. നിനക്ക് വിഷമമുണ്ടോ? നീ നിൻ്റെ റൂമിൽ പോയിരുന്ന ഒറ്റയ്ക്ക് കരഞ്ഞോ രാത്രി പോകും, ആരും കാണണ്ട. ഇപ്പം നീ കരയുന്ന അല്ലെങ്കിൽ നീ കരയുന്ന കാരണം വേറൊരാൾ അറിയിച്ചിട്ട് നിനക്കൊരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. സോ ദ എൻഡ് നോട്ടീസ്, ഇത്ര ഞാൻ പറഞ്ഞ് നിർത്തുവാണ്. ദ എൻഡ് നോട്ടീസ്, വി കാൺട്ട് കൺട്രോൾ ബാഡ് തിങ്സ് ഫ്രം ഹാപ്പനിങ് ഇൻ അവർ ലൈഫ്. ദ ഓൺലി തിങ് വി ക്യാൻ കൺട്രോൾ ഇസ് ഹൗ വി റിയാക്ട് ടു സച്ച് ഷിറ്റ്.